Fair is Lord Jesus, Lord of all creation. O thou of God and men the Son, thee will I cherish, thee will I honor, O thou my soul's delight and crown. Fair are the meadows, fairer still the woodlands, robed in the blooming garb of spring. Jesus is fairer, Jesus is purer, who makes the woeful heart to sing. Fair is the sunshine, fairer still the moonlight, fair is the shimmering starry sky. Jesus shines brighter, Jesus shines clearer than all the heavenly host on high. Beautiful Savior, Lord of all the nations, Son of God and Son of man, glory and honor, praise, adoration, now and forevermore be thine. Greetings from Kindergarten at Bethesda, in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, ഇന്ന് വലിയ നോമ്പിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ്, സെക്കൻഡ് സൺഡേ ഇൻ ഗ്രേറ്റ് ലെൻറ്റ്. ഇന്ന് നാം സ്മരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ സംഭവമാണ്. നൂറ്റാണ്ടുകളായി ജനങ്ങൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നാം അത് തന്നെ പഠിക്കുന്നു, അല്ലെങ്കിൽ ആ സംഭവത്തെ പറ്റി സ്മരിക്കുന്നു. എന്തിനാണ് നാം ഓരോ വർഷവും നോമ്പ് കാലത്ത് ഈ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ കാര്യം പഠിക്കുന്നത്? കുഷ്ഠരോഗിയെ സൗഖ്യമാക്കയിൽ യേശു ക്രിസ്തു അവിടെ എന്താണ് ചെയ്തത് എന്ന് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇക്കാര്യം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ഒരു കുഷ്ഠരോഗി സകലരാലും വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അവനെ കാണുന്നവർ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചിരുന്നു. മനുഷ്യരോടൊന്നിച്ചല്ല അവർ താമസിച്ചിരുന്നത്. മനുഷ്യവാസമില്ലാത്ത സ്ഥലത്ത്, സിറ്റി ഗേറ്റിന് വെളിയിൽ, അതായത് പാളയത്തിന് പുറത്ത് ആയിരുന്നു അവരുടെ സ്ഥാനം. മനുഷ്യരുമായി ഒട്ടും സഹവാസമില്ലാതെ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിൽ
വിഷണ്ണരായി ഏകരായി അവർ അവിടെ പാർത്തിരുന്നു. നമുക്ക് ഈ സംഭവം കാണുവാൻ കഴിയുന്നത് വിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലാണ്. അതിൻ്റെ 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ. ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്നു മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ അമർച്ചയായി ശാസിച്ചു, നോക്കൂ, ആരോടും ഒന്നും പറയരുത്. എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ന്യായപ്രമാണത്തിൽ മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്ക എന്ന് പറഞ്ഞ് അവനെ വിട്ടയച്ചു. അവനോ പുറപ്പെട്ട് വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി. അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായ്ക കൊണ്ട് യേശു പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. എന്നിട്ടും എല്ലായിടത്തു നിന്നും ആളുകൾ അവൻ്റെ അടുക്കൽ വന്നുകൂടി. ഇവിടെ ഈ കുഷ്ഠരോഗിക്ക് തന്നെ അറിയാം താൻ അശുദ്ധനാണ് എന്ന്. എങ്ങനെയാണ് ഒരു കുഷ്ഠരോഗി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗി അശുദ്ധനാകുന്നത്? യേശുവിൻ്റെ അടുക്കൽ കുഷ്ഠരോഗി വന്ന് മുട്ടുകുത്തിക്കൊണ്ട് യേശുവിനോട് പറയുകയാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ നിനക്ക് കഴിയുമെന്ന്. അതിന് മറുപടിയായി യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകാ. അല്ലാതെ യേശു പറഞ്ഞില്ല, എനിക്ക് മനസ്സുണ്ട്, നീ കുഷ്ഠം എന്ന രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുക എന്ന്. എങ്ങനെയാണ് രോഗവും അശുദ്ധിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? നമുക്കറിയാം, ദൈവം വിശുദ്ധനാണ്. ഗോഡ് ഈസ് ഹോളി. ദൈവം പരിശുദ്ധനാണ്. ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവപ്രമാണങ്ങളിൽ നിന്ന്, ദൈവ നിയമങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ അകന്നകന്നു പോകും തോറും അവൻ അശുദ്ധിയിലേക്കാണ് കൂപ്പുകുത്തുന്നത്. അവൻ പാപത്തിലേക്ക് ആഴ്ന്നു പോകുന്നു. എങ്ങനെയാണ് ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അകലുന്നത്? ദൈവത്തിൽ വിശ്വസിക്കായിക നിമിത്തം അല്ലെങ്കിൽ ദൈവത്തെ അവിശ്വസിക്ക നിമിത്തം. അങ്ങനെ ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആ പെർഫെക്ഷൻ മിസ് ചെയ്ത്, നമുക്കറിയാം പാപം എന്നത് മിസ്സിങ് ദ മാർക്കാണ്. ദൈവത്തിൻ്റെ ആ പെർഫെക്ഷൻ ആര് എപ്പോൾ എവിടെ വെച്ച് മിസ് ചെയ്യുന്നോ അപ്പോഴെല്ലാം ആ വ്യക്തി അശുദ്ധിയിലേക്കാണ് കടന്നു പോകുന്നത്. തദ്വാരാ അവൻ പാപിയായി മാറുന്നു, രോഗിയായി മാറുന്നു. ഒരുവന് കുഷ്ഠരോഗം പിടിപെടുന്നത് മൈക്കോബാക്ടീരിയം ലെപ്രൈ എന്ന ബാക്ടീരിയ ആ വ്യക്തിയുടെ സ്കിന്നിനെ, അതിലെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നത് കൊണ്ടാണ്. കുഷ്ഠരോഗം ആ വ്യക്തിയെ ആകെ വികൃതനാക്കും. ഇറ്റ് ഡിസ്ഫിഗേഴ്സ് ഹ്യൂമൻ സ്കിൻ ആൻഡ് ലിംസ്. കുഷ്ഠരോഗം ബാധിച്ചവരിൽ നിന്ന് മറ്റുള്ളവരിലേക്കും ഇത് പകരും. അതിനാലായിരുന്നു യേശുവിൻ്റെ കാലത്ത് കുഷ്ഠരോഗികളെ പാളയത്തിന് വെളിയിൽ പാർപ്പിച്ചിരുന്നത്. ഇവിടെ നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ശരീരത്തെ ബാധിക്കുന്ന കുഷ്ഠം എന്ന ഈ രോഗം മറ്റുള്ളവരിലേക്കും പകരപ്പെട്ട് അവരെയും ഡിസ്ഫിഗർ ആക്കുന്നു എങ്കിൽ പാപം എന്ന കുഷ്ഠം മനുഷ്യാത്മാക്കളെ എത്രമാത്രം ഡിസ്ഫിഗർ ആക്കും. കാരണം സിൻ ഈസ് ഹൈലി കണ്ടേജിയസ്. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു അതിക്രമം ചെയ്തതായി നാം പത്രദ്വാര വായിച്ചെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയയിൽ കൂടെ നാം അറിഞ്ഞെന്നിരിക്കട്ടെ,
അതിനടുത്ത ദിവസങ്ങളിൽ, അടുത്ത മാസങ്ങളിൽ ഇതുപോലെയുള്ള ദുഷ്കൃത്യങ്ങൾ ആവർത്തിച്ച് മനുഷ്യൻ അനുകരിച്ച് ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എത്ര സ്പീഡിലാണ് പാപം വ്യാപിക്കുന്നത്, പകരപ്പെടുന്നത്. അതേസമയം ഏതെങ്കിലും ഒരു വ്യക്തി ഒരു നല്ല കാര്യം ചെയ്താൽ അത് ഇത്രയും സ്പീഡിൽ വ്യാപിക്കില്ല, ആരും അത് അനുകരിക്കില്ല. ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്നത് പാപപ്രവർത്തികളാണ്. വലിയ തോതിൽ വ്യാപനം നടക്കുന്ന, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിപത്താണ് പാപം. കുഷ്ഠരോഗം ബാധിച്ചതിനാൽ ജനവാസ മേഖലയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അന്യവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, ഒറ്റപ്പെടലിൻ്റെ തീവ്ര വേദന അനുഭവിക്കുന്ന ആ കുഷ്ഠരോഗികളെ മനസ്സിലാക്കുവാൻ യേശുക്രിസ്തുവിന് കഴിഞ്ഞു. യേശുക്രിസ്തുവിന് മാത്രമേ പുറത്താക്കപ്പെട്ടവൻ്റെ, അന്യവൽക്കരിക്കപ്പെട്ടവൻ്റെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ ആ ഒറ്റപ്പെടലിൻ്റെ ദുഃഖം മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവരുടെ ഒരു പ്രതിനിധിയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഓടി വന്ന് മുട്ടുകുത്തിയ ആ കുഷ്ഠരോഗി. മനുഷ്യൻ്റെ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സമ്പൂർണ്ണ വിടുതലായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ലക്ഷ്യം. തൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുന്ന ഈ വ്യക്തിക്ക് പകർച്ചവ്യാധിയാണോ എന്നൊന്നും യേശുക്രിസ്തു നോക്കിയില്ല. യേശുക്രിസ്തു കൈ നീട്ടി അവനെ തൊട്ടു. അത്രമാത്രം മനസ്സലിവുള്ളവനായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ആ മനസ്സലിവാണ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി ഭൂമിയിലേക്ക് വരുവാൻ യേശുക്രിസ്തുവിനെ പ്രേരിപ്പിച്ചത്. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ നോമ്പിൻ്റെ ഈ സെക്കൻഡ് സൺഡേയിൽ ഈ വചനഭാഗം ഈ വർഷവും നാം പഠിക്കുമ്പോൾ ഇന്നും കുഷ്ഠരോഗികളെ പോലെ പാപത്തിലാണ്ട് ജീവിക്കുന്നവരും പാപം പ്രസരിപ്പിക്കുന്നവരുമായവരോട് മനസ്സലിവോടെ പെരുമാറി അവരുടെ ആത്മരക്ഷയ്ക്കായി അവരെ ഉത്സാഹിപ്പിക്കുവാൻ നാം ശ്രമിക്കുമോ? അതിനായി യേശുക്രിസ്തുവിൻ്റെ ആ മാതൃക നാം പിന്തുടരുമോ? കിൻഡർഗാർട്ടൻ ബെഥെസ്ദയിലെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ കരുതുന്നു. പുതിയ ഒരു എപ്പിസോഡുമായി നാം വീണ്ടും കണ്ടുമുട്ടും വരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. I bless you in Jesus' name. Amen.